ഹലോ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതും മദ്രസക്ക് പോയിട്ടില്ലേ, അവൾക്ക് ചെറിയൊരു ജലദോഷമൊക്കെ പിടിച്ചതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല. ഒരു തുമ്മലും ചീറ്റലൊക്കെ. അപ്പോൾ ഇന്നലെ അലർജീൻ്റെ ഗുളികയൊക്കെ കുടിച്ചതുകൊണ്ട് കുറച്ച് ഉറക്കം കൂടുതലാവുമല്ലോ അലർജീൻ്റെ ഗുളിക കുടിച്ചാൽ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇന്ന് മദ്രസക്ക് പറഞ്ഞേക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചൊരു ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റത്. നല്ലൊരു മഴയൊക്കെ തോർന്ന് അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയില്ലാന്നും മഴ തോർന്ന തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇതും എണീറ്റിട്ടുണ്ട്. ഒക്കെ മൂക്കടഞ്ഞിട്ട് വല്ലാതെ അങ്ങോട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ബെഡിൽ നിന്നൊക്കെ എണീറ്റത് ആ സോഫയിൽ വന്ന് കിടന്നിങ്ങനെ തലേണ വെച്ച് തല പൊന്തിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടല്ലോ മോളും ഐറൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഓലിതാ എണീറ്റിട്ടില്ല, ഈ റൂമിലായിട്ട് ഓല് കിടക്കുന്നത്. അപ്പം ഓല് എണീക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്ന് ഒരുപാട് പണികളൊക്കെ തീർക്കാൻ മയറ് വന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഓൻ്റെ ഒപ്പം ഇന്ന് കുറേ നേരം നമുക്ക് കളിച്ച് സമയമൊക്കെ ചിലവാക്കണം എന്നൊക്കെ ഉള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി വേഗം കുറച്ച് പണികളൊക്കെ ഇങ്ങോട്ട് തീർക്കാമെന്ന്. അപ്പോൾ നേരെ കിച്ചണിക്ക് പോവുകയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എണീറ്റും, എന്നാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിന്ന് ചപ്പാത്തി ഇന്നലെ പരത്തി വെച്ച ചപ്പാത്തി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂരി ചൂടാമെന്ന് വിചാരിച്ചു. പിന്നെ കറിയായിട്ട് മീൻ കറി ഉണ്ട്. അപ്പോൾ വലിയ പണി രാവിലെ ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതാ മീൻകറി, ഇന്നലത്തെ മീൻകറി നന്നായിട്ട് രാത്രി തിളപ്പിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. തലേന്നത്തെ മീൻകറി അത് വേറൊരു ടേസ്റ്റാണില്ലേ. പിന്നെ ഐറൂസിൻ്റെ പാത്രം ഞാൻ പാൽ കുപ്പിയൊക്കെ തിളപ്പിക്കാൻ വെച്ചു രാവിലെ തന്നെ. എണീറ്റ് വന്ന് ആദ്യം കുടിക്കുന്നത് പാലാണല്ലോ. അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഞാൻ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ചുറ്റൊന്ന് നോക്കാൻ ഒരു സമാധാനക്കേടാണില്ലേ. അപ്പോൾ എല്ലായിടത്തൊക്കെ നോക്കി. ഇന്നലെ അലക്കിയിട്ടത് തന്നെ ഉണങ്ങിയിട്ടില്ല. വാഷിംഗ് മെഷീനിൽ ഉണക്കി ഇട്ടതുണ്ട്, അതൊക്കെ വിരിച്ചിടാനൊരു ഗ്യാപ്പും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ മുകളിൽ അയലമേൽ അവിടെയൊക്കെ കൊണ്ടുപോയിടേണ്ടി വരും. അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ബാക്കി പണികളൊക്കെ തീർക്കാം. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. കാരണം മോളൂന് രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പം അവൾക്കാണെങ്കിൽ പൊരിച്ച മുട്ട അത് വലിയ താല്പര്യമില്ല, പുഴുങ്ങിയതാണ് അവൾ കഴിക്കുക. അപ്പോൾ എനിക്കും ഓക്കും പിന്നെ ഇതുമൂനും എല്ലാവർക്കും ഉള്ളത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തിളച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചൂടുവെള്ളം തട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മളിതാ മുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഇത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിതാ അപ്പോൾ ആ അടുപ്പ് തന്നെ മുട്ട പുഴുങ്ങാനും വെക്കാം. അതവിടെ വേവട്ടെ. ആ സമയം കൂടി ഞാൻ വേഗം ഗീ റൈസ് വെക്കാണ് കേട്ടോ. അപ്പോൾ ഗീ റൈസ് എന്താ വെച്ചാൽ നമ്മൾ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചുള്ളൂ പൊടി. ഞാൻ ചപ്പാത്തിക്ക് പരത്തി ഇന്നലെ ഉച്ചക്ക് ചുട്ട് ചപ്പാത്തിക്ക് പരത്തിയതിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ ഇതുമൂന്ന് സ്കൂക്കും കൂടി കൊണ്ടുപോകാൻ ഇല്ലെങ്കിലോ എന്ന് ഗതിയുടെ വേഗം ഗീ റൈസും വെക്കുകയാണ്. ഒന്നാമത് പിന്നെ ഐറോസും ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യണം, വേഗം പണികളൊക്കെ തീർക്കും വേണമല്ലോ. അപ്പം മീൻകറി ഉണ്ട്, കുറച്ച് മീൻ പൊരിക്കാനുണ്ട്, ചിക്കൻ മസാല തേച്ച് വെച്ച് പൊരിക്കാനുള്ളതും ഒക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് വേഗം ഗീ റൈസ് വെക്കാമെന്ന് കരുതി. ഇതുമൂന്ന് കൊണ്ടുപോകും ചെയ്യാം, ഉച്ചക്കത്തേക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഉള്ളി അരിഞ്ഞിതാ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇളക്കാനുള്ള കയ്യിലെടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ഇളക്കി സെറ്റാക്കി. പിന്നെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. മറ്റേ അടുപ്പത്ത് നമ്മളെ ഗ്യാസ് അടുപ്പുമ്മൽ തന്നെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ അവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചതുകൊണ്ട് ഞാനിവിടെ മറ്റേ അടുപ്പത്ത് ഗ്യാസിൻ്റെ മറ്റേ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടാകാൻ വേണ്ടി. ചൂടായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ, തിളച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നതിന് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചെടുത്തു, ഉപ്പ് ഇട്ടുകൊടുത്തു. പിന്നെ നമ്മൾ അരി നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ വേഗം അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഒറ്റ വിസിലടിച്ചാൽ നമുക്ക് ഈ റൈസ് റെഡി ആവുമല്ലോ. പിന്നെ നോക്കി ഇത് മുന്നേ ഇനി ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ കൊടുക്കാം, മീൻ പൊരിക്കാനോ അത് ഏതാ വെച്ചാൽ നോക്ക് കൂട്ടാൻ കൊടുക്കാമെന്ന് കരുതി നോക്കും. പിന്നെ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ കറീൻ്റെ ആവശ്യമില്ല, വലിയ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതാ നമ്മൾ കുക്കർ കൂക്കിയിട്ടുണ്ട്. ഇനി അത് തീയാണ്ട് ഓഫാക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ പണി. ഇതും അതാണ് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല സുഖമുണ്ട്. കാരണം ഒന്ന് അലർജി പിടിച്ചതാണ്, എന്തോ എവിടെയെങ്കിലും പൊടി ആയതായിരിക്കും. അപ്പോൾ തുമ്മി തോറ്റതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഗുളിക കുടിച്ചതുകൊണ്ട് ഇപ്പോൾ രാവിലത്തേക്ക് നല്ല സുഖമുണ്ട്. പിന്നെ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗം നമുക്ക് പൂരിക്കുള്ള വെളിച്ചെണ്ണയിൽ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പൂരിയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള സന്തോഷം കേട്ടോ. ഇതുമുണ്ടാ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചുട്ട് കൊടുക്കൊന്നുമില്ല, ചപ്പാത്തി തന്നെ അധികം കൊടുക്കാറുള്ളത്. പിന്നെ പൂരി അങ്ങനെ എണ്ണയിൽ മുക്കിയിട്ടുള്ളത് അധികം കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. ഓള് 2-3 ദിവസമായി ഞാൻ അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു വെച്ച് പൂരി ഉണ്ടാക്കി കൂടെ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി പൂരി ആക്കാമെന്ന്. അപ്പോൾ ചപ്പാത്തി മുറിച്ചിട്ട് പിന്നെ അതിൽ എന്താ പറയുക ഒരുപാട് ഓയിൽ ഒഴിക്കുക. ഈ ഒരു ചട്ടിയിലായിരുന്നു ഞാൻ പപ്പടം പൊരിച്ച് ഇങ്ങനെ ബാക്കിയുള്ള എണ്ണയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പകുതി കീറിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. എന്താണെന്ന് അറിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്, പൊങ്ങി
വന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൂരി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ ഒന്ന് പൊങ്ങണ തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു പൂരി പൊങ്ങാൻ അത് എന്തോ വെള്ളം പച്ചവെള്ളം കൊണ്ട് കൊഴിച്ചാൽ മതി, പിന്നെ കുറച്ച് നേരം വെച്ചാൽ മതി, കുറച്ച് കട്ടിയിൽ പിന്നെ പരത്തിയാൽ മതി എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത് സത്യം പറഞ്ഞാലും പിന്നെ ചപ്പാത്തിക്ക് പരത്തിയതുകൊണ്ട് ഞാൻ ആ ഒരു ഇതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കണം, പ്രസ്സിൽ അമർത്തി നോക്കണം, പിന്നെ പച്ചവെള്ളം കൊണ്ട് കുഴച്ച് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇത് ഞാൻ ചപ്പാത്തിക്കുള്ള മാവാണ്. അപ്പോൾ പക്ഷെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒരു ചുടാനുള്ളൊരു എന്താ പറയുക ഒരു സന്തോഷമൊക്കെ കേട്ടോ. അങ്ങനെ അപ്പോൾ നല്ല രീതിയിൽ എണ്ണയൊന്നും കുടിക്കണില്ല, അതിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമൂന്നുള്ളത് ഇതാ ഞാനിങ്ങനെ രണ്ടെണ്ണം പൊരിച്ച് കൊടുത്തുട്ടോ. അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓളിൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിയിട്ട് അങ്ങനെ ഓണാക്കിയിട്ട് കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടി, കാരണം ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരി. അപ്പോൾ അതിങ്ങനെ കഴിക്കണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിയത്. പിന്നെ ഓള് പറയാം ഇത് പാകം ഒരു ചപ്പാത്തി ആയിട്ടുള്ളൂ, എനിക്കൊന്നും കൂടി വേണമെന്ന്. കാരണം അത് ഒന്ന് പകുതി ആക്കിയതാണല്ലോ, പകുതി ആയതുകൊണ്ട് ഓൾ പറയുന്നത് ഒന്നേ ആയിട്ടുള്ളൂ, എനിക്ക് ഒന്നും കൂടി വേണമെന്ന്. അങ്ങനെ ഒന്നും കൂടിയൊക്കെ ചുട്ട് കൊടുത്ത് ഓൾ ഫുഡൊക്കെ കഴിച്ചു ഇതാ റെഡി ആവുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. പൂരി കണ്ടപ്പോൾ പിന്നെ മൂപ്പരും വേഗം അങ്ങോട്ട് ഇരുന്നു. മൂപ്പർക്ക് ഇങ്ങനെ നെഞ്ചരിച്ചിലും സംഭവങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും പൂരി ഇഷ്ടമാണ്. പക്ഷേ എണ്ണയിലായതുകൊണ്ട് ഒരു മടി ഉണ്ട്, വളരെ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ 3 4 കഴിക്കും, ഇതാവുമ്പോൾ 1 2 കഴിക്കുള്ളൂ. അപ്പം അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മീൻകറിയൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു, പിന്നെ ചായ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇതുമുന്നേ മഫ്തിയും കൂടി ഇട്ട് കൊടുക്കാനുള്ളേ. അത് കഴിഞ്ഞ് ഓളെ പരിപാടിയും തീർന്നു. അപ്പോൾ വേഗം അത് മൊക്കനെയൊക്കെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒക്കെ ഓളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്നോട് ഇന്ന് വരണം എന്നൊക്കെയാണ് ആ പറയണത്. ഉച്ചയ്ക്ക് 2 2:45 ഉമ്മച്ചി വന്നാൽ മതി കേട്ടോ. ഉമ്മച്ചി വന്നാലേ ഒന്നാമത് ഇപ്പം മിഡ് ടേമിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും പിന്നെ ഇതൊക്കെ കിട്ടും, ഡയറിയിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഉമ്മച്ചി വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോണത് കേട്ടോ. ഇപ്പച്ചി ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ കണ്ട ചീത്തറി ഉമ്മച്ചി എന്നെ വരട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. എന്നാലും മൂപ്പര് എന്നെ അവളെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്. അപ്പച്ചി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഓക്ക് അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് ഓൾ പോയിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുവരെ ഐറൂസ് എണീറ്റിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഗീ റൈസും ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിവാക്കാനും ഇതിനൊക്കെയാണ് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോണത് കേട്ടോ. പിന്നെ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തു, പഞ്ചാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇപ്പം ഈ ഒരു അതിലുണ്ടായിട്ട് ചിലപ്പോൾ ചില പാലുണ്ടാക്കും ചായ ഉണ്ടാക്കുമ്പോൾ അടി പിടിച്ചിട്ടൊരു വേറെ അടി പിടിക്കണുണ്ട് കേട്ടോ. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ. പറയുമ്പോൾ നമ്മൾ പകുതി വെള്ളമാണ് എടുക്കുന്നത്. ചില സമയം നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അടി പിടിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ ചായ അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ ഞാൻ എനിക്ക് എൻ്റെ കപ്പിക്ക് പാർന്നിട്ട് കുടിക്കാൻ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അതിന് ഐറൂസ് ഇപ്പോൾ ഉണരുന്നിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനത് മേശപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ കുടിക്കുക. ആ ഒരു കസാല മേശ ഉണ്ടല്ലോ നമ്മൾ ചായ കുടിക്കുന്നത്, അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുമ്പോഴാണ് വാതിലൊക്കെ തുറന്ന് നമ്മുടെ കഥാനായകൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ മോളും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് തന്നെ പോയി. ഒക്കെ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരു ഇതില്ലേന്നു ഇപ്പോൾ, കാരണം എണീറ്റ് വരില്ലേ. അപ്പോൾ ഞാൻ ഐറൂസിനെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അവളിങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞോ എന്ന്. പിന്നെ ഞാൻ ഐറൂസിനെ ഇങ്ങനെ കളിപ്പിക്കാൻ പോയി. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കൊരു പ്രത്യേകത ഉള്ള ദിവസമാണ്. അന്ന് തുത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ വിളിക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഓൾ ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെ ഉമ്മാനെയും കൂട്ടിയിട്ട് കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുള്ള ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് ഞാൻ പിന്നെ വീഡിയോസും ഫോട്ടോസും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ചിലപ്പോൾ ഓൾക്ക് തിരക്കാവും, അപ്പോൾ ഓളെ വിളിച്ചാൽ കിട്ടൂലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മണിയാവട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. പക്ഷേ അപ്പോക്കിനോട് ഇങ്ങോട്ട് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ഇന്ന് പുറത്തൊക്കെ പോവുകയാണ്, ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ഓളും ഓളെ ഹസ്ബൻഡും കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പം അത് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബർത്ത്ഡേ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് എത്ര പ്രായം ഉണ്ടായാലും നമുക്ക് അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് നിൽക്കണം. നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായി പുറത്തൊക്കെ പോയി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോരുക. നമ്മൾ പിറന്നാളല്ലേ. അപ്പോൾ അങ്ങനെ ഓൾ അതിനൊക്കെ വെച്ച് ഫോൺ വെച്ചതിൻ്റെ ശേഷം നല്ല മഴ പെയ്തപ്പിൻ്റെ ഐറൂസിന് മഴയ്ക്ക് പോലെ ഓൻ കരയുക കേട്ടോ. മഴ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കുട ചൂടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കൊണ്ടേ ഓക്കെ കേട്ടോ. പക്ഷേ കുടുങ്ങി പിന്നെ ഇങ്ങോട്ട് പോരില്ല. ഓൻ പിന്നെയും മഴയ്ക്ക് പോകണം. ഏതായാലും ഓനെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ചായ മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോളൂനും ചായ ഉണ്ടാക്കി. ഞാൻ ആ ചായ ഒന്ന് ചൂടാക്കിയിട്ടോ. മോളും അതാ മുട്ട പുഴുങ്ങിയത് പിന്നെ മീൻകറി മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് കഴിക്കണേ. മോള് വീഡിയോക്ക് നോക്കണേ അല്ല. അപ്പം ഞാനിങ്ങനെ തോണ്ടി കാണിച്ചോളൂ. ഇപ്പോൾ വീഡിയോ നിൽക്കാൻ ഭയങ്കര മടിയാട്ടോ. പിന്നെ എന്താ ഞാൻ അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോണ്ട് ഇവിടെ തൊട്ടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. ഓരോന്നിങ്ങനെ ഐറൂസ് ഇങ്ങനെ പറഞ്ഞത് ലായിലാട്ട് തൊട്ടിൽ അവിടെ പിന്നെ ലായില എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ ഇതുപോലെ തുണി വെച്ച് കെട്ടി തൊട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊരു അപകടമാണെന്ന് തോന്നിയപ്പോൾ മൂപ്പര് അപ്പം തന്നെ ഊരി വെച്ചു. കാരണം അത് പൊട്ടി വീഴാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ തുണി കീറി പൊട്ടാനൊക്കെ സാധ്യത ഉള്ളത്
ഉള്ളതുകൊണ്ട് അത് അപ്പം തന്നെ അയച്ചു വെച്ചു കേട്ടോ. പിന്നെ കരഞ്ഞപ്പോൾ അവനെ പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നില്ല. ഐറൂനാണെങ്കിൽ ചോറ് വയ്ക്കണമെങ്കിൽ പപ്പടം നിർബന്ധമാട്ടോ. അപ്പോൾ അവന് പപ്പടമൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ വേഗം ചോറ് കൊടുത്തു. അവനാണെങ്കിൽ പൂരി ഇന്ന് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയെന്നെ. പൂരി കറിയൊന്നും വെച്ചിട്ടല്ല, വെറുതെ കയ്യിൽ പിടിച്ചിട്ട് പപ്പടം തിന്നണമായിരിക്കും തിന്നടിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ശരിക്കും തിന്നിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ ചോറും തൈരും പപ്പടും ചിക്കൻ പൊരിച്ചിട്ടിട്ടു. അവൻ ചിക്കൻ പൊരിച്ചു കിട്ടോ, മീനല്ല. മോളൂനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ മീൻ പൊരിച്ചു കൊടുത്തു. ഓന് ചിക്കൻ പൊരിച്ചു. അതൊക്കെ പൊരിച്ചാണ്ട് ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഓണാക്കിയത് കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ സർക്കസ് കാട്ടുകയാണ്. അങ്ങനെ ഓന് വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വേഗം അവിടെയൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഇതുമ്മുൻ്റെ ട്യൂഷനല്ല സ്കൂളിൽ മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ വേഗം അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഐറൂസിൻ്റെ ഒപ്പം കളിച്ചിട്ടൊക്കെ ഇവിടെ അടുക്കളയ്ക്ക് അങ്ങോട്ട് വരുള്ളൂ. അപ്പം എല്ലാം ഇത് പപ്പടം കൊണ്ടുവന്നത് ഞാൻ പാത്രത്തിലാക്കി ഫ്രിഡ്ജിക്ക് വെക്കുക. പിന്നെ നമ്മുടെ അവിടെയുള്ള കഴുകാനുള്ളതൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ടു. പിന്നെ അടുക്കി പൊറുക്കി വെക്കാളൊക്കെ ഇങ്ങനെ വെച്ച് ഈ അടുക്കി പൊറുക്കി അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചാൽ തന്നെ കുറേ പണി തീർന്ന പോലെയാണില്ല. പിന്നെ കുറച്ച് പാത്രത്തിൽ കഴുകാനുണ്ടാവുള്ളൂ. അപ്പം മോറാനുള്ളതൊക്കെ സിങ്കിലിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ തുടച്ചതിന് ശേഷമാണ് ഞാൻ പാത്രം കഴുകാൻ നിന്നത് കേട്ടോ. അപ്പോൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ ഐറു ആണെങ്കിൽ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് ശരിക്കും ഒരു 11-11:30 ആവും അത്ര അവിടുന്ന് ഉണരാൻ. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊക്കെ സൗണ്ട് ഇട്ടിട്ട് വേഗം ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉച്ചയായപ്പോഴേക്കും ഉറക്കം വന്നിട്ട് ഉച്ച ഉറക്കം ഇപ്പോൾ കുറവാട്ടോ, അധികം ഉറങ്ങാറൊന്നുമില്ല. അപ്പം ഇവിടുന്ന് ഉറങ്ങൂല എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം ഞാൻ ഇന്ന് പിന്നെ ഇതുമുൻ്റെ സ്കൂൾക്ക് പോവുകയാണെന്നാണ്. അപ്പോൾ മോള് പറഞ്ഞു ഇമ്മച്ചും കൂടി പോണ കണ്ടാവും കരയിലേക്കാരം. അപ്പം ഞാൻ പിടിച്ച ഉറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോള് ഓനെ ഉറക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേലെ ഇഴലും ആ പണിയിലൊക്കെയാണ് കേട്ടോ. എനിക്ക് ഓനെ നോക്കാൻ സമയമില്ല. കാരണം നമുക്ക് പാത്രമൊക്കെ കഴുകി വേഗം എടുത്ത് ഉറക്കിപ്പറക്കി വെച്ചാൽ വേഗം പോവാം. അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ 2:45-3 മണിയാകുമ്പോൾ മൂപ്പര് സ്കൂൾ ബസ് അതിൻ്റെ ട്രിപ്പ് എടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വേഗം റെഡി ആയിട്ട് പോയാൽ മൂപ്പരപ്പോൾ പോയി എൻ്റെ മൂപ്പരവിടെ ഇറക്കിയിട്ട് പോയിക്കോളും. അപ്പോൾ എനിക്ക് അത്രയും ദൂരം നടക്കണ്ടല്ലോ. നടക്കുന്നതല്ല പ്രശ്നം, അവിടെ സ്കൂളിൻ്റെ അങ്ങോട്ട് ഒരു കയറ്റാണ്, ഒരു കുന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറി അറിയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഏത് ബൈക്ക് പോയാലും ഒരു കുന്നാണ്. അപ്പോൾ ആ കുന്ന് കയറൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ വണ്ടിമേലെ ആകുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് എത്തിക്കോളുമല്ലോ. അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഡ്രസ്സൊക്കെ ഞാൻ ഇന്നലെ തന്നെ അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് കറുത്ത ബ്ലാക്ക് പലാസോ ആണല്ലോ ഞാൻ ഇട്ടത്. അപ്പോൾ അധികം ഒരു ബ്ലാക്ക് ടോപ്പ് ഇട്ടിട്ട് വൈറ്റ് ഷാൾ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പാൻറ് എന്നാൽ പിന്നെ അതന്നെ മതിയല്ലോ എന്നൊക്കെയാണ് പ്ലാൻ. അങ്ങനെ വേഗം അതാ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് അടയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടും പിന്നെ രാവിലേക്കുള്ള അപ്പം ചുടാനുള്ള മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള അരി വെള്ളത്തിലിട്ട് ഉഴുന്നും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം വേഗം പോയി റെഡി ആയതാണ്. ഞാൻ അപ്പം തന്നെ ഇറങ്ങിയിട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. മുഖം ഒന്ന് കഴുകി ഒരു ക്രീം ഇട്ടോ, അത്രേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് ഇതുമൂനി കൊണ്ടാണ് കേട്ടോ മടങ്ങി പോകുന്നത്. കാരണം അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അത്രയും ഒരുപാട് പിന്നെ എന്താ പറയുക പാരൻസൊക്കെ വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും പിന്നെ വെറുതെ റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാനും നിന്നില്ല. മടങ്ങി പോരുന്നത് ഇതാ നടന്ന് ഇങ്ങനെ പോരാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നടക്കുമ്പോൾ തന്നെ ഒരു കുന്ന് നമ്മളിങ്ങനെ ഒരു നല്ല ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, നല്ല ചരിഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ. മക്കളൊക്കെ ഇതിൽ കൂടെ ഓടുകയെന്നൊക്കെ ഞാൻ ഇതുമൂനോട് ഇങ്ങനെ പറയുന്നു, ഇതിൽ ഓടി പോരരുത്, മെല്ലെ പോരുന്നുണ്ട്. കാരണം മഴയൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ വഴുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പോരുന്ന വെയ്ക്കന്ന് ചായക്കുള്ള കടിയും ഐറൂസിന് പഴവും പാലൊക്കെ എത്തി പോന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയേക്കനെ ഞാൻ എനിക്കും എല്ലാവർക്കും ചായ മോളൂനും എനിക്കും പിന്നെ ഇതുമുനൊക്കെ ചായ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അത് 2 ഗ്ലാസ്ക്ക് പറഞ്ഞ് അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ എത്താനപ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 5:30 ആകുമ്പോഴേക്കും എത്തുമല്ലോ. അങ്ങനെ മൂപ്പർക്കുള്ള ചായയും എല്ലാവർക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ഐറൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ സൗണ്ട് കേട്ട് ഇതുമൂന്ന് സൗണ്ടൊക്കെ കേട്ടപ്പോഴാണോ എണീറ്റത്. അപ്പം വേഗം ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അപ്പം ഞാനും വേഗം ഇരുന്ന് ചായ ഉച്ചക്കൊരു ഉറക്ക് ഞാൻ ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് കണ്ണ് ചിമ്പി കിടക്കാറുണ്ട്, ഒന്ന് ഉറങ്ങാറുണ്ട്. അത് കിട്ടാത്തതിൻ്റെ ഒരു ക്ഷീണമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചപ്പം അതിങ്ങോട്ട് റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ.